ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിഷൻസ് ആൻഡ് ക്രിയേറ്റ് എക്സ്പ്രസ്. അപ്പോൾ ഇന്ന് നമ്മളോട് നോക്കാൻ പോകുന്നത് എൻ്റെ പുതിയ പ്ലെയിൻ CGI എഫക്റ്റിനെ പറ്റിയാണ്. അപ്പോൾ അത് ഞാനൊരു സീരീസ് ആയിട്ട് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണിത്. കാരണം അത് നോർമലി ചെയ്യുവാണെങ്കിൽ ഇറ്റ് ബി വെരി ലെങ്തി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കണ്ടിരിക്കാൻ കുറച്ച് പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് ഉറക്കം വന്നു പോകും. അപ്പോൾ പാട്ട് പാട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. സോ കൂടുതൽ ഡിലേ ഇല്ലാതെ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇവിടെ നമ്മുടെ മായ സോഫ്റ്റ്വെയറിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 220.2 എന്ന വെർഷനാണ്. ഓക്കെ, അപ്പോൾ നോർമലി എല്ലാവരും ചെയ്യുക, ഫയലിൽ പോയിട്ട് പ്രോജക്റ്റ് വിൻഡോ എടുത്ത് ഒരു ഡിഫോൾട്ട് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ അനാവശ്യമായ ഒരുപാട് ഫോൾഡേഴ്സ് ക്രിയേറ്റഡ് ആവും അല്ലേ. അപ്പോൾ അത് നമ്മുടെ വർക്ക് ഫ്ലോയുടെ ഓർഗനൈസ് ചെയ്യാൻ പ്രശ്നമാകും. സോ എപ്പോഴും നമ്മുടെ വർക്ക് ഫ്ലോ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുക. സോ ഇവിടെ മെയിൻലി നമുക്ക് 3 ഫോൾഡേഴ്സാണ് വേണ്ടത്. ഫസ്റ്റ് വൺ അസെറ്റ്സ്, നമ്മുടെ 3D സീൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി അസെറ്റ്സ് ഫോൾഡർ. സെക്കൻഡ് നമ്മുടെ സീൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോൾഡർ. തേർഡ് നമ്മുടെ സോഴ്സ് ഇമേജസ്, നമുക്ക് വേണ്ട റിസോഴ്സസ്, അത് ലൈറ്റ് ആവാം, ലൈറ്റിൻ്റെ ടെക്സ്റ്റേഴ്സ് ആവാം, മെറ്റീരിയൽസ് ആവാം, അതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള നമ്മുടെ സോഴ്സ് ഇമേജ് ഫോൾഡർ. ഓക്കെ, അപ്പോൾ ഈ 3 ഫോൾഡേഴ്സിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. സോ നമ്മൾ നേരെ നമ്മുടെ ഫയൽ ഡയറക്ടറിയിലേക്ക് വന്നു, അതിൻ്റെ ലൊക്കേഷൻ കോപ്പി ചെയ്യുക. അതിനുശേഷം പ്രോജക്റ്റ് വിൻഡോ നമുക്ക് വേണ്ട, ക്ലോസ് ചെയ്യുക, ഫയൽ എടുക്കുക, സെറ്റ് പ്രോജക്റ്റ് എടുക്കുക, നമ്മുടെ കോപ്പി ചെയ്ത ലൊക്കേഷൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, Ctrl+V. ഓക്കെ, അതിനുശേഷം സെറ്റ് അടിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അവർ ചോദിക്കും നമുക്ക് ക്രിയേറ്റ് ഡിഫോൾട്ട് വർക്ക് സ്പേസ് ആണോ, സെറ്റ് ആനദർ ലൊക്കേഷൻ ആണോ. നമുക്ക് ക്രിയേറ്റ് ഡിഫോൾട്ട് വർക്ക് സ്പേസ് ആണ്. സോ ക്രിയേറ്റ് ഡിഫോൾട്ട് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ വർക്ക് സ്പേസ് ക്രിയേറ്റഡ് ആയി. ഇനിയിപ്പോൾ നമ്മൾ Ctrl+S അടിച്ചാൽ അത് സീൻസിൽ സേവ് ആവും. ഓക്കെ, സോ ഇവിടെ നമുക്ക് Ctrl+S അടിക്കാം. ഓക്കെ, സോ സീനിന് നെയിം ചെയ്യാം. എപ്പോഴും വേർഷൻ നമ്പേഴ്സ് അഥവാ നമ്പേഴ്സ് യൂസ് ചെയ്യുക, അതായിരിക്കും കൂടുതൽ കൺവീനിയൻസ്. സോ ഞാനിവിടെ വേർഷൻ നമ്പറാണ് യൂസ് ചെയ്യുന്നത്, V001. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സീൻസ്. യെസ്, നമ്മുടെ ഫസ്റ്റ് വേർഷൻ സേവ് ആയി. ഓക്കെ, സോ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ആദ്യമേ നമ്മുടെ 3D മോഡലിൽ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ സീൻസ് അസെറ്റ്സിൽ പോയിട്ട് നമ്മൾ 3D മോഡൽ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ആ 3D മോഡലിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചിടുക, അല്ലെങ്കിൽ ഫയലെടുത്ത് ഇമ്പോർട്ട് ചെയ്യുക. ഇതാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അഥവാ ഡ്രാഗ് ചെയ്ത് ഇടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് സേവ് ആവുകയാണ് ചെയ്യുന്നത്. മീൻസ് അത് നിങ്ങളുടെ സീനിലേക്ക് ഇൻക്ലൂഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫയലിൻ്റെ സൈസ് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 3D മെഷ് കൊണ്ടുവരികയാണെങ്കിൽ ആ മെഷീന് കൂടുതൽ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് കൂടുതലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രോജക്റ്റിനെ ഹെവി ആയിട്ട് ബാധിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി ഇൻ ഹ്യൂജ് സൈസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫയലെടുത്ത് അതൊരു റെഫറൻസ് ഫയലാക്കി കൊണ്ടുവരാൻ പോകുന്നത്, ക്രിയേറ്റ് റെഫറൻസ്. സോ ഇമ്പോർട്ടും ക്രിയേറ്റ് റെഫറൻസും നമ്മുടെ ഡിഫറൻസ് മെയിൻലി ഇതാണ്. മീൻസ് റെഫറൻസ് ആക്കി നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ അത് ഒരു റെഫറൻസ് ഫയലായിരിക്കും. മീൻസ് അതിൻ്റെ ഒറിജിനൽ ഫയലിനെ നമ്മൾ ആക്സസ് ചെയ്യാതെ അതിനെ ഒരു റെഫറൻസ് ഫയലാക്കി കൊണ്ടുവരുവാണ്. അപ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോജക്റ്റ് എപ്പോഴും സ്മോൾ ആയിട്ടിരിക്കും, സൈസ് സ്മോൾ ആയിരിക്കും. കാരണം ഒരു റെഫറൻസ് ഫയലിനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് നിങ്ങളൊരു പ്രൊഡക്ഷൻ ലെവലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2-3 പേര് ചേർന്ന് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആനിമേഷൻ ചെയ്യുന്ന ആൾ അതിനെ ആനിമേറ്റ് ചെയ്യിക്കും. നിങ്ങൾ പ്ലെയിൻ ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പ്ലെയിനെ ആനിമേറ്റ് ചെയ്യുന്ന വേറൊരു സെക്ഷൻ ആയിരിക്കും. അതിൻ്റെ സിമുലേഷൻ എഫക്ട്സ്, ഗ്രാഫിക്സ് ചെയ്യുന്ന വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. അതിനെ റിഗ് ചെയ്യുന്ന വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് വർക്ക് ചെയ്യാനുള്ള കൺവീനിയൻറ്റ് മെത്തേഡാണ് റെഫറൻസ് വഴി നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റെഫറൻസ് ആക്കി കൊണ്ടുവരാം. ഓക്കെ, സോ ക്രിയേറ്റ് റെഫറൻസ് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഫയലിനെ ലൊക്കേറ്റ് ചെയ്യുക, അസെറ്റ്സ്. യെസ്, ഓക്കെ, ഇപ്പോൾ നമ്മുടെ 3D ഒബ്ജക്റ്റ് സീനിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയി. പിന്നെ റെഫറൻസ് ആക്കി കൊണ്ടുവരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും വരിക. ഓക്കെ, കണ്ടോ. ഇനി അതിനെ എഡിറ്റ് ചെയ്യണമെങ്കിലോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പിടിക്കേണ്ടി വരും. സോ ഇവിടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്കിനി ഒരു ക്യാമറ മൂവ്മെൻറ്റും ഒരു ചെറിയ ആനിമേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ റെഫറൻസ് ആക്കിയതിന് ശേഷം എനിക്ക് ഇതിനൊരു കോമൺ കൺട്രോളർ വേണം. സോ ഞാൻ ഒരു ലൊക്കേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് വന്ന് ഒരു ലൊക്കേറ്റർ ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ആ ലൊക്കേറ്റർ ഞാൻ നെയിം ചെയ്യുവാണ്. ഇറ്റ്സ് ലൈക്ക് ടർബുലൻസ്. സോറി ഫോർ ദ നോയ്സ്. ഓക്കെ, അപ്പോൾ ടർബുലൻസ് നെയിം ചെയ്തു. അതിനുശേഷം ഞാൻ അതിനെ പ്ലെയിനിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോവാണ്. സോ V ഹോൾഡ് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഇറ്റ്സ് ലൈക്ക്
I think it's below. Yes. Okay. കുറച്ച് ബാഗിലേക്ക് വെക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ നമ്മുടെ പ്ലെയിൻ്റെ ഗ്രൂപ്പിനെ എടുത്ത് മിഡിൽ മൗസ് ഡ്രാഗ് ചെയ്ത് നമ്മൾ ടർബുലൻസ് ഗ്രൂപ്പിലേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റഡ് ആയി അല്ലേ. സോ ഇനിയിപ്പോൾ ഇവിടുത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന്. ടർബുലൻസ് പറഞ്ഞ സെപ്പറേറ്റ് ലൊക്കേറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ഇതിൻ്റെ ഗ്രൂപ്പാക്കി എന്തിനാണ് എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ടർബുലൻസ് എടുത്ത് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ടർബുലൻസ് എടുത്ത് ഞാൻ പ്ലെയിനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തെന്ന് വെച്ചു. അതേസമയം തന്നെ എനിക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിൽ കയറി അതിനെ ഒന്ന് ചരിക്കാനും പറ്റും. സോ ഇവിടെ രണ്ട് മൂവ്മെൻറ്റാണ് നമ്മൾ ഒരേ സമയം ചെയ്തതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കൺട്രോൾസ് നമുക്ക് അവൈലബിൾ ആണ്. സോ മെയിൻലി ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്കിവിടെ ഒരു എക്സ്പ്രഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലെയിൻ. എന്താണെന്ന് വെച്ചാൽ, പ്ലെയിൻ എപ്പോഴും ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്ലെയിൻ മൂവ് ചെയ്യും, പ്ലെയിൻ എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ല, അതിനൊരു ചെറിയ ഷേക്ക്നെസ് ജെർക്ക്നെസ് കാണുമല്ലേ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റിയൽ വേൾഡ് എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു ഷേക്ക്നെസ്സോ എന്തെങ്കിലും കാണും. ഓക്കെ, കാരണം ഇവിടെ എന്തായാലും പ്ലെയിൻ എന്ന് പറയുന്നത് നല്ല ഫോഴ്സിൽ, ഇവിടെ ജെറ്റ് പ്ലെയിനാണ് നമ്മളിപ്പോൾ മോഡൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോഡൽ ചെയ്ത് കഴിഞ്ഞിപ്പോൾ ആനിമേഷൻ ചെയ്യുമ്പോൾ ജെറ്റ് പ്ലെയിൻ എന്തായാലും ഭയങ്കര ഫോഴ്സിലായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ അതിന് എന്തായാലും ഷേക്ക്നെസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സ്മോൾ എക്സ്പ്രഷൻ ആഡ് ചെയ്യാം. സോ നമ്മൾ ടർബുലൻസിലേക്ക് വന്നു, അതിനുശേഷം നമ്മൾ റൊട്ടേഷനിലേക്ക് വന്നു. റൊട്ടേഷൻ എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റ് ന്യൂ എക്സ്പ്രഷൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ ടർബുലൻസ് ഡോട്ട് റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ നെയിം കോപ്പി ചെയ്യുന്നു. അതിനുശേഷം എക്സ്പ്രഷനിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് ഡിനോട്ട് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എക്സ് ആണ്. എക്സ് വൈ ഇസഡ് എന്ന വാല്യൂലാണ് റൊട്ടേഷൻ വരുന്നത്. സോ ഫസ്റ്റ് എക്സ് ആണ്, റൊട്ടേറ്റ് എക്സ്. സ്പേസ് ഈസ് ഈക്വൽ ടു നോയ്സ് ബ്രാക്കറ്റ് ഓപ്പൺ ടൈം bracket close space into I think it's around 0.25. let's take the half of it. Okay, semicolon ഇട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, സോറി, യെസ്. ഇനി അത് തന്നെ കോപ്പി ചെയ്യുക, താഴേക്ക് വരിക, പേസ്റ്റ് ചെയ്യുക, എക്സ് മാറ്റി വൈ ആക്കുക. ഓക്കെ, വൈ. ഓക്കെ, ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യുക എക്സ്പ്രഷൻ, വൈ മാറ്റി ഇസഡ് ആക്കുക. പക്ഷേ ഇസഡിലെ വാല്യൂ നമുക്ക് ഇത്തിരി എന്താ പറയുക, ഇത്തിരി കൂടുതൽ വേണം. ഓക്കെ, സോ ഇസഡ് അല്ലേ കൂടുതൽ വേണ്ടതേ. ഓക്കെ, ഇസഡ് വാല്യൂ ആണ് കൂടുതൽ വേണ്ടത്. ഓക്കെ, സോ ഇസഡ് ഐ തിങ്ക് ഇറ്റ്സ് 5. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വന്ന് പ്ലേ ബാക്ക് ടൈം റിയൽ ടൈം ആക്കണം, അല്ലെങ്കിൽ നിങ്ങൾ റിയൽ ടൈം ആയിട്ടില്ല റൺ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്ലെയിൻ്റെ ഒരു ഷേക്ക്നെസ് മൂവ്മെൻറ്റ് കിട്ടിയല്ലേ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ എക്സ്പ്രഷൻ അല്ലാതെ ഹീറ്റാ ചെയ്തിരുന്നെങ്കിലോ നിങ്ങൾ എത്ര ടൈം എടുക്കേണ്ടി വന്നാലേ. ഇതിപ്പോൾ നമുക്ക് ഈ ത്രൂട്ട് കോമ്പിൽ റൺ ചെയ്യിക്കാം. സോറി, കോമ്പനി ഉദ്ദേശിച്ച് ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഇവിടെ ത്രൂട്ട് എത്ര ഫ്രെയിം വേണമെങ്കിൽ നമുക്ക് റൺ ചെയ്യിക്കാം. നമുക്ക് 200 ഫ്രെയിം വേണം. സോ 200 ഫ്രെയിം എടുത്തു നമുക്ക് റൺ ചെയ്യിക്കാം. കണ്ടോ, എത്ര ഫ്രെയിം വേണമെങ്കിൽ നമുക്ക് സെയിം ആനിമേഷൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒരു ബേസിക് പ്രോപ്പർട്ടി നമ്മൾ ആഡ് ആക്കി. ഇനി എന്താ വേണ്ടത്, ഇനി ജസ്റ്റ് എനിക്കൊരു ക്യാമറ മൂവ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ് യെസ്, ലെറ്റ്സ് ക്രിയേറ്റ് എ ക്യാമറ. സോ ക്രിയേറ്റിൽ വന്നു, ക്യാമറ എടുത്തു, ക്യാമറ ക്രിയേറ്റ് ചെയ്തു. പാൻസിൽ പോയി നമുക്ക് പെർസ്പെക്റ്റീവിൽ കയറി ക്യാമറ വ്യൂവിലേക്ക് വരാം. അതിനുശേഷം ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങളൊരു ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ക്യാമറയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത് ആണ് ഒരു ഷോട്ടിൻ്റെ ഡെപ്ത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഷോട്ടിൽ എപ്പോഴും CGI ഷോട്ട്സ്, അത് CGI ആണെന്ന് പറയപ്പെടുന്നത്, കണ്ടുപിടിക്കപ്പെടുന്നത് എപ്പോഴും ഫോക്കൽ ലെങ്ത് പക്ക അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഏരിയൽ ഷോട്ട് ആയതുകൊണ്ട് ഇറ്റ്സ് അറൗണ്ട് 80 സംതിങ് ഓളം വരും ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെഫറൻസ് നോക്കാം. ഏരിയൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രയൊക്കെയാണ് ഓരോ ക്യാമിൻ്റെ ഫോക്കൽ ലെങ്ത് വരുന്നത് ഓരോ ഷോട്ടിൽ നിന്ന്. അതനുസരിച്ച് നമ്മൾ മായയിൽ സെറ്റ് ചെയ്യേണ്ടതാണ്. എന്നാലേ അതൊരു റിയൽ ലൈഫ് സാധനമായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഒരു പൊസിഷൻ സെറ്റ് ചെയ്യാം. സോ ഐ തിങ്ക് ദാറ്റ്
it will be like this. Okay, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ റെൻഡറിലേക്ക് പോയി നമ്മൾ റെൻഡർ സെറ്റ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്നത് V-Ray റെൻഡറാണ്. ഓക്കെ, സോ V-Ray സെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് വേണ്ടത് ഫുൾ HD റെസൊല്യൂഷനാണ്. സോ HD 1080. ഓക്കെ, അതിനുശേഷം നമ്മൾ റെസൊല്യൂഷൻ ഗേറ്റ് ഓൺ ചെയ്യാം. നമ്മുടെ ഫ്രെയിമിലേക്ക് നമ്മുടെ പ്ലെയിനിനെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു കീ ഇടാം. സോ എസ് അടിച്ച് ഒരു കീ ഇട്ടു. അതിനുശേഷം ഐ തിങ്ക് ദാറ്റ് 200 എത്തുമ്പോൾ ക്യാമറ കറങ്ങി ഏകദേശം യെസ്, അവിടെ ഒരു കീ ഇടാം. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ നോക്കാം. ഫ്രെയിം ഔട്ടായി. സോ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുക. ഫ്രെയിം ഔട്ടായത് എനിക്ക് തോന്നുന്നു ഇവിടെയാണല്ലേ. ഫ്രെയിമിലേക്ക് വെച്ച് കൊടുക്കുക, എസ് അടിക്കുക. അവിടെയും ഫ്രെയിം ഔട്ടായി. സോ ഫ്രെയിം കുറച്ച് ബാക്കിലേക്ക് എടുക്കണം. അവിടെ മൊത്തത്തിൽ ഫ്രെയിം ഔട്ടായി. അപ്പോൾ നമുക്ക് വിൻഡോയിൽ പോയി ആനിമേഷൻ എഡിറ്ററിൽ പോയി നമുക്ക് ഗ്രാഫ് എഡിറ്റർ എടുത്തൊന്ന് കറക്റ്റ് ചെയ്യാം. സോ നമുക്ക് വേണ്ടത് ഈ 2 കീസ് നമുക്ക് വേണ്ട. ഓക്കെ, അതിനുശേഷം നമുക്ക് ആവശ്യമില്ലാത്ത കീ ഫ്രെയിംസ് റിമൂവ് ചെയ്യാം. സോ അതിന് ജസ്റ്റ് നമ്മുടെ മോഡിഫൈയിലേക്ക് വരിക. അതിനുശേഷം എഡിറ്റ് ഡിലീറ്റ് ഐ തിങ്ക് ദാറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് സ്റ്റാറ്റിക് ചാനൽസ് എടുത്ത് റിമൂവ് ചെയ്യാം. നമുക്ക് വേണ്ട കീസ് മാത്രം നമുക്ക് അവൈലബിൾ ആവും. അതിനുശേഷം നമ്മൾ ആനിമേഷനിലേക്ക് ഇവിടെ എത്തുമ്പോഴാണ് സീൻ ഔട്ടായതല്ലേ. യെസ് ഓക്കെ, ഇവിടെ നമുക്കൊരു കീ ഇട്ടിട്ട് കീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ടാസ്ക്കാണ് ഗൈസ്. സോ അത് നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ ഫ്രെയിമിനകത്ത് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ നോക്കുക. Yes, now it's good. Okay. Yes, okay. ബാക്കി നമുക്ക് ലാസ്റ്റ് കറക്റ്റ് ചെയ്യാം. സോ ഇപ്പോൾ ഒരു ബേസിക് ആനിമേഷൻ ആയല്ലേ. ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് പ്ലേറ്റ് വേണം. ഒരു ഡോം ലൈറ്റ് ആഡ് ചെയ്യണം. എന്നാലും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റത്തുള്ളൂ സീൻ എവിടെ വരെ ഉണ്ടെന്ന്. സോ നമുക്കൊരു ഡോം ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ V-Ray വന്നു, ലൈറ്റ്സ്, V-Ray ഡോം ലൈറ്റ്. അതിനുശേഷം ഡോം ലൈറ്റിലേക്ക് വന്നു. നമുക്ക് ടെക്സ്റ്റാണ് വേണ്ട, യൂസ് ഡോം ടെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫയലിൽ തന്നെ കിടപ്പുണ്ട്. ഫയൽ എടുക്കുക. Source images here. I think it's Sky HDRI. Yes. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് അപ്ലൈഡ് ആയി, പക്ഷേ കാണാൻ പറ്റുന്നില്ല. സോ നമ്മൾ ടെക്സ്റ്റ് ടാബിൽ നിന്ന് ടെക്സ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. യെസ്, നമ്മുടെ പ്ലെയിനിന് നമ്മുടെ ഡോം ലൈറ്റിലേക്ക് അപ്ലൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, യെസ്, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്ക് ഇവിടെ ഒരു ഏകദേശം ഇവിടെ എത്തുമ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് പ്ലെയിനെ ഒന്ന് ചരിക്കണം. ഓക്കെ, സോ ഐ തിങ്ക് അറൗണ്ട് ഹിയർ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വന്നു. എസ് അടിച്ചു, ഒരു 120 എടുത്തു, ലൈക്ക് ദിസ്.
this. Okay, yeah, it's good. Play it. കുറച്ച് ദൂരത്തേക്ക് വെക്കണം. സോ ഷിഫ്റ്റ് അടിക്കുക, കീ ഫ്രെയിംസിനെ കുറച്ച് ഉപയോഗിക്കുക. ഓക്കെ, യാ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്രിഡ് വേണം, ഗ്രിഡ് നോക്കുക. നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബേസിക് ടെക്സ്ചറിങ്ങും കുറച്ച് ആനിമേഷനും കുറച്ച് ക്യാമറ മൂവ്മെൻറ്റ്സും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ഇത് മതി, കാരണം ഇപ്പോൾ തന്നെ ആൾക്കാർക്ക് ബോറടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഇതിൻ്റെ ടെക്സ്ചറിങ്ങും ലൈറ്റിങ്ങും നോക്കാം. സോ താങ്ക് യു ഗൈസ്, ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു, ബൈ.